നമസ്കാരം. എല്ലാവർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. വിശ്വാസവും അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശത്രു ദോഷവും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാനുള്ള അത്ഭുതകരമായ ഒരു മന്ത്രമാണ് സുബ്രഹ്മണ്യ അഷ്ടോത്തര ശത നാമാവലി. ഇത് നിത്യവും ജപിച്ചാൽ നമ്മൾ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള സ്വരച്ചേർച്ചക്കുറവ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ഉത്തമമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബിസിനസ് പങ്കാളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അഷ്ടോത്തര ശതനാമാവലി, സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി പതിവായിട്ട് ജപിക്കുന്നത് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നതാണ്. മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് നിത്യവും ഇത് 108 തവണ ഭജിച്ചാൽ വിവാഹ തടസ്സം മാറാനും അതുപോലെ ദാമ്പത്യ കലഹങ്ങൾ മാറാനും വ്യാപാരത്തിലെ കലഹങ്ങളും തർക്കങ്ങളുമൊക്കെ മാറാനും എല്ലാം ഉത്തമമാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. പൂർവിക സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ വളരെ കാലമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശത നാമാവലി ജപിച്ചു കഴിഞ്ഞാൽ അത് മാറി നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുന്നതാണ്. കാരണം ചൊവ്വയാണ് സുബ്രഹ്മണ്യൻ്റെ ഗ്രഹം. സുബ്രഹ്മണ്യൻ സൂചിപ്പിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുന്നത് ഭൂമികാരകനാണ്. അപ്പോൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, പൂർവിക സ്വത്തായിട്ട് കിട്ടുന്ന ഭൂമി, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുമ്പം ശത്രു ദോഷം മൂലം അത് വിൽക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അർത്ഥം മനസ്സിലാക്കി തന്നെ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മനക്ഷത്രമായ വിശാഖം ദിവസം അതുപോലെ തന്നെ ഷഷ്ടി ദിവസമൊക്കെ ഇത് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഞായറാഴ്ച വേണമെങ്കിൽ ചൊല്ലി തുടങ്ങാം. പിന്നെ പൂയ നക്ഷത്രത്തിലും ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. 41 ദിവസമാണ് രാവിലെയും വൈകിട്ടും 108 തവണ ഈ മന്ത്രം ജപിക്കേണ്ടത്. അതിന് അസൗകര്യമുള്ളവർക്ക് 12 ദിവസമായിട്ട് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ, ഈ അഷ്ടോത്തര ശത നാമാവലി ജപിക്കുന്നതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ അസൗകര്യമുള്ളവരാണെങ്കിൽ പോലും വീട്ടിലിരുന്ന് നെയ്വിളക്ക് തെളിയിച്ച് വെച്ച് ഭഗവാന്റെ ചിത്രം വെച്ചിട്ട് അതിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നല്ല ഫലം കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് ക്ഷിപ്രഫലദായകനാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഫലം കിട്ടും. പിന്നെ മറ്റൊരു ദിവസം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിലും ഇത് ജപിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ മനോവിഷമങ്ങൾ മാറാനും ഈ പറഞ്ഞ പോലെ കലഹങ്ങളൊക്കെ മാറാനുമൊക്കെ വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ അഷ്ടോത്തര ശത നാമാവലി. അപ്പോൾ നാമാവലിയാണെങ്കിലും ഇതിലെ ഓരോ അക്ഷരങ്ങൾക്കും ഒരു മന്ത്രശക്തി കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ജപിച്ചാൽ ക്ഷിപ്രഫലം കിട്ടും എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ നാമാവലിയും കൂടെ ഒന്ന് നോക്കി പോകാം. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ആദ്യം നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ ധ്യാന ശ്ലോകം ഒന്ന് നോക്കാം. അത് പഠിച്ച ശേഷം നമുക്ക് അഷ്ടോത്തര ശത നാമാവലി നോക്കാം. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഇനി നമുക്ക് അഷ്ടോത്തര ശത നാമാവലി. ഓം സ്കന്ദായ നമഃ. ഓം ഗുഹായ നമഃ. ഓം ശ്രീ ഷൺമുഖായ നമഃ. ഓം ബാലനേത്രസുതായ നമഃ. ഓം പ്രഭവേ നമഃ. ഓം പിംഗളായ നമഃ. ഓം കൃത്തികാസൂനവേ നമഃ. ഓം ശിഖിവാഹനായ നമഃ. ഓം ദ്വിഷഡ്ഭുജായ നമഃ. ഓം ദിഷണ്ണേത്രായ നമഃ.
ഓം ശക്തിധരായ നമഃ. ഓം പിശിദാശപ്രഭഞ്ജനായ നമഃ. ഓം താരകാസുരസംഹാരിണേ നമഃ. ഓം രക്ഷോബലവിമർദനായ നമഃ. ഓം മത്തായ നമഃ. ഓം പ്രമത്തായ നമഃ. ഓം ഉന്മത്തായ നമഃ. ഓം സുരസംഘസുരക്ഷിത്രേ നമഃ. ഓം ദേവസേനാപതയേ നമഃ. ഓം പ്രാജ്ഞായ നമഃ. ഓം കൃപാലവേ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ഉമാസുതായ നമഃ. ഓം ശക്തിധരായ നമഃ. ഓം കുമാരായ നമഃ. ഓം ക്രൗഞ്ചധാരണായ നമഃ. ഓം സേനാന്യേ നമഃ. ഓം അഗ്നിജന്മനേ നമഃ. ഓം വിശാഖായ നമഃ. ഓം ശങ്കരാത്മജായ നമഃ. ഓം ശിവസ്വാമിനേ നമഃ. ഓം ഗണസ്വാമിനേ നമഃ. ഓം സർവസ്വാമിനേ നമഃ. ഓം സനാതനായ നമഃ. ഓം അനന്തശക്തയേ നമഃ. ഓം അക്ഷോഭ്യായ നമഃ. ഓം പാർവതീപ്രിയനന്ദനായ നമഃ. ഓം ഗംഗാസുതായ നമഃ. ഓം ശാരോദ്ഭൂതായ നമഃ. ഓം പാവകാത്മജായ നമഃ. ഓം ആത്മഭുവേ നമഃ. ഓം ജൃംഭായ നമഃ. ഓം പ്രജുംഭായ നമഃ. ഓം ഉജൃംഭായ നമഃ. ഓം കമലാസനസന്നുദായ നമഃ. ഓം ഏകവർണായ നമഃ. ഓം ദ്വിവർണായ നമഃ. ഓം ത്രിവർണായ നമഃ. ഓം ചതുർവർണായ നമഃ. ഓം പഞ്ചവർണായ നമഃ. ഓം പരസ്മൈ ജ്യോതിഷേ നമഃ. ഓം പ്രജാപതയേ നമഃ. ഓം അഗ്നിഗർഭായ നമഃ. ഓം ശമീഗർഭായ നമഃ. ഓം വിശ്വരേതസേ നമഃ. ഓം സുരാരിഘ്നേ നമഃ. ഓം ഹിരണ്യവർണായ നമഃ. ഓം ശുഭകൃതേ നമഃ. ഓം വസുമതേ നമഃ. ഓം വടുവേഷധൃതേ നമഃ. ഓം പൂഷ്ണേ നമഃ. ഓം ഗഭസ്തയേ നമഃ. ഓം ഗഹനായ നമഃ. ഓം ചന്ദ്രവർണായ നമഃ. ഓം കലാധരായ നമഃ. ഓം മായാധരായ നമഃ. ഓം മഹാമായിനേ നമഃ. ഓം കൈവല്യായ നമഃ. ഓം സകലാത്മകായ നമഃ. ഓം വിശ്വയോനയേ നമഃ. ഓം അമേയാത്മനേ നമഃ. ഓം തേജോനിധയേ നമഃ. ഓം അനാമയായ നമഃ. ഓം പരമേഷ്ഠിനേ നമഃ. ഓം പരസ്മൈ ബ്രഹ്മണേ നമഃ. ഓം വേദഗർഭായ നമഃ. ഓം വിരാട് വപുഷേ നമഃ. ഓം പുളിന്ദകന്യാഭർത്രേ നമഃ. ഓം മഹാസാരസ്വതപ്രദായനേ നമഃ. ഓം ആശ്രദാഖിലദാത്രേ നമഃ. ഓം ചോരഘ്നായ നമഃ. ഓം യോഗനാശനായ നമഃ. ഓം അനന്തമൂർത്തയേ നമഃ. ഓം ആനന്ദായ നമഃ. ഓം ശിഖണ്ഡീകൃതകേതനായ നമഃ. ഓം ഡംഭായ നമഃ. ഓം പരമഡംഭായ നമഃ. ഓം മഹാഡംഭായ നമഃ. ഓം വൃഷാകപയേ നമഃ. ഓം കാരണോപാത്തദേഹായ നമഃ. ഓം കാരണാതീതവിഗ്രഹായ നമഃ. ഓം അഹിരൂപായ നമഃ. ഓം അമൃതവപുഷേ നമഃ. ഓം പ്രാണായാമപരായണായ നമഃ. ഓം വിരുദ്ധഹന്ത്രേ നമഃ. ഓം വീരഘ്നായ നമഃ. ഓം രക്തശ്യാമായ നമഃ. ഓം സുപിംഗളായ നമഃ. ഓം ബഹുവർണായ നമഃ. ഓം ഗോപതയേ നമഃ. ഓം ദാക്ഷിണ്യാത്യവരപ്രദായേ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം ലോകഗുരവേ നമഃ. ഓം അസുരാനീകമർദ്ദനായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം ഗുഹാപ്രീതായ നമഃ. ഓം ബ്രഹ്മണ്യായ നമഃ. ഓം ബ്രാഹ്മണപ്രിയായ നമഃ. ഇതി ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി സമ്പൂർണം. അപ്പോൾ ഈ മന്ത്രങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്ന ഈ മന്ത്രങ്ങൾ നിത്യവും രാവിലെയും വൈകിട്ടും 108 തവണ വീതം ജപിച്ചാൽ
നേരത്തെ പറഞ്ഞ പോലെ കലഹങ്ങൾ മാറാനും ശത്രുദോഷം മാറാനും ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകാനുമൊക്കെ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിശീലിക്കുക, എല്ലാ ദിവസവും ചൊല്ലി പരിശീലിക്കുക. നമ്മുടെ ഏതെങ്കിലും നാമാവലിയുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തും എടുക്കാവുന്നതാണ്. എല്ലാ അഷ്ടോത്തര ശതനാമാവലികളും ഗൂഗിളിലിപ്പം ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ട് തോന്നിയത് കൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ, പലരുടെ അനുഭവങ്ങൾ കൊണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.